അഴകിയ ലൈലാട്ടുടുടുടുടും അതിനി വനന്ത സ്റ്റൈലാട്ടുടുടുടുടും മന്മത പോയലാട്ടുടുടുടുടും. യെസ്, അതെ, ഗുരുവായൂർ അമ്പല നടയിൽ കണ്ടിരിക്കുകയാണ് മക്കളെ. ഊഫ്, എന്തൊരു എൻ്റർടൈൻമെൻറ്റ്. എത്ര കാലമായി ഇങ്ങനത്തെ നല്ല പടങ്ങളൊക്കെ എത്ര ഫുൾ ഓൺ പാക്റ്റായിട്ട് വരുന്ന സംഭവമാണ്. ഇടയ്ക്കൊക്കെ ചെറിയ ലോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു രക്ഷയില്ല. പടം ഭയങ്കരമാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസാണ്, നമ്മളെ ജയയുടെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് ദീപു പ്രദീപ് കിടിലായിട്ട് എഴുതിയിട്ടുണ്ട് സംഭവം. അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് അൻകിത് മേനോൻ. അയ്യോ, അതിനകത്ത് കുറേ BGMs ഒക്കെ ഉണ്ട്. ഈ ഫസ്റ്റ് ഹാഫിലുള്ള കിഡിലം BGMs ഒരു രക്ഷയില്ല സംഭവം. എനിക്ക് ഭയങ്കര നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് കാണില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു BGMഉം അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ്. ഇപ്പം അതിൽ അഭിനയിച്ചിരിക്കുന്ന നമുക്കറിയാം പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒരു രക്ഷയില്ല. അതൊരു വേറൊരു ലെവലിലോട്ട് പുള്ളിയുടെ ഒരു ഹൈപ്പറായിട്ടുള്ള സാധനം. പിന്നെ ബേസിൽ ജോസഫ് കട്ടയ്ക്ക് പിടിച്ചിക്ക. പൃഥ്വിരാജും ബേസിൽ ജോസഫും കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഒരു രക്ഷയില്ലാത്തൊരു പടമായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അതിനകത്ത്. നമ്മളെ ജഗദീഷ് ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര്, ബൈജു ചേട്ടന്, പിന്നെ തമിഴിൽ നിന്നുള്ള യോഗി ബാബു. അങ്ങനെ ഭയങ്കര പക്ക പാക്ഡായിട്ട് പടം ഇങ്ങനെ ആദ്യമൊക്കെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ട് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് തുടക്കത്തിൽ ഭയങ്കര രസവും. പിന്നെ നമുക്കതൊരു ഇച്ചിരി ഡൗൺ ആയ പോലെ തോന്നും. അതായത് ഫസ്റ്റ് ഹാഫ് കഴിയാറാകുമ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇങ്ങനെ വന്ന് ഗുരുവായൂരമ്പല നടയിൽ അവസാനം കല്യാണം ഗുരുവായൂർ വെച്ചാണെങ്കിലും സംഭവം തൃശ്ശൂർ പൂരമായിരുന്നു. ഒരു രക്ഷയില്ല, പൂരം പൂരമായിരുന്നു. ക്ലൈമാക്സിൽ അവസാനം കിടില സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇതിലെ നന്ദനത്തിലൊക്കെ ഒരു റെഫറൻസൊക്കെ വെച്ചുള്ളൊരു അയ്യോ, അതൊക്കെ കിടിലം ചിരിച്ച് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കുമായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പെട്ടെന്ന് അത് കണ്ടപ്പോൾ തരിപ്പി കയറിപ്പോയി പെട്ടെന്ന്. നമുക്കിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യില്ല, പെട്ടെന്നൊരു സാധനം വരും. അയ്യോ, പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ്, സഫ് ബോയ് അഭിനയിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു പുള്ളി ഭയങ്കര രസമായിരുന്നു. ഒരു യൂട്യൂബറാണ്, നമ്മളിപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് നോക്കിയിട്ട് വരാം. യെസ്, ജോമോൻ ജോദർ. പുള്ളി ഒരു രക്ഷയില്ല. ജോമോൻ ജോദർ ഒരു രക്ഷയില്ല. പുള്ളിയെ കാണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പുള്ളിയുടെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ടപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോമഡീസ്, പിക്കപ്പ് ലൈനൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിടലൻ സാധനമൊക്കെ ഉണ്ട്. ഇതുകൂടാതെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ പുള്ളി മൊത്തത്തിൽ ആറാട്ടായിരുന്നു. ക്ലൈമാക്സിൽ ഒരു രക്ഷയില്ല. രാജുവേട്ടൻ്റെ ഫൈറ്റ് ആണെങ്കിലും ഒരു രക്ഷയില്ല. പൂരം തൃശ്ശൂർ പൂരമായി. അവസാനം ഗുരുവായൂർ അമ്പലനാട്ടിൽ നിന്ന് നേരെ തൃശ്ശൂർ പൂരം നടക്കുന്നൊരവസ്ഥയായിപ്പോയി. പടം ഭയങ്കര ഇഷ്ടമായി, എല്ലാവരും പോയി കാണാം, ഇഷ്ടപ്പെടും. അതായത് ഇപ്പം ബേസിക്കലി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ഫാമിലിക്ക് പറ്റുന്ന പടം, എല്ലാവർക്കും പറ്റുന്ന പടം. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പടമാണ്, അങ്ങനെയാണെന്ന്, അതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന പടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഒട്ടും ഔട്ട്ഡേറ്റഡ് അല്ലാതെ കിടിലമായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന പടം. ഒട്ടും ഔട്ട്ഡേറ്റഡ് അല്ലാത്ത സംഭവം. അതായത് ആ ഒരു പഴയൊരു ടെംപ്ലേറ്റ്, നമ്മൾ ഒരു ഭയങ്കര രസത്തിലൊരു വെട്ടമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു രസമുണ്ടല്ലോ, വെട്ടത്തിനകത്ത് ആ ലെവൽ ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ആ ഒരു ലെവലിലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണം. ആ ഒരു ലെവലിലൊരു ടൈപ്പ് എക്സ്പീരിയൻസ് നമുക്കിപ്പോൾ എല്ലാവരും കട്ടക്ക് പെർഫോം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവത്തിൽ കിട്ടുകയാണ്. ബേസിൽ ഒരു രക്ഷയില്ല, രാജുവേട്ടൻ രക്ഷയില്ല, നിഖിലാണെങ്കിലും അവരുടെ പെർഫോമൻസൊക്കെ, അവരുടെ ഒരു സംഭവം, പ്രത്യേക സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പോയി, അത് സ്പോയിലറായി പോയി പറഞ്ഞാൽ, എന്തായാലും പോയി കാണാൻ എല്ലാവരും. കിടിലൻ പടം, ഗുരുവായൂർ അമ്പല നടയിൽ ഒരിക്കലും മിസ്സാക്കരുത്. ഫാമിലി ആയിട്ട് പോയി കാണാം. ഓക്കെ, താങ്ക് യു.